നമസ്കാരം. കോലീബി എന്ന ഇടതുപക്ഷം പറയുമ്പോൾ യുഡിഎഫിനും ബിജെപിക്കും വിറളിയുണ്ടോ? വടകരയിലെയും ബേപ്പൂരിലെയും കോലീബി പരീക്ഷണം ഇന്ന് രാഷ്ട്രീയ ചരിത്രമാണ്. എന്നാൽ ഇന്നത്തെ കോലീബിയുടെ പുതിയ പതിപ്പിൽ വ്യത്യസ്തതകൾ നിരവധിയാണ്. ലീഗും SDPIയും തമ്മിലുള്ള ചർച്ച, വട്ടിയൂർക്കാവിൽ നിന്ന് MLA MP ആകാൻ വടകരയിലെത്തുമ്പോൾ കോൺഗ്രസും BJPയും തമ്മിലുള്ള ധാരണയെക്കുറിച്ചുള്ള വാർത്തകൾ, തിരുവനന്തപുരത്ത് വോട്ട് മറിയില്ലെന്ന് ശശി തരൂർ പ്രതീക്ഷിക്കുമ്പോഴും കുമ്മനത്തിന്റെ വോട്ട് ബാങ്കിൽ സംശയം പ്രകടിപ്പിക്കാത്ത RSSനെ ചൂണ്ടി നിൽക്കുന്ന ഇടതുപക്ഷം, ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോലീബി സഖ്യം വിശദീകരിക്കുമ്പോൾ UDFന് ആവനാഴിയിൽ അമ്പുകൾ തികയാതെ പോകുമോ പ്രതിരോധമുയർത്താൻ? പോരാത്തതിന് BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയുടെ ചിത്രം കൂടി ഇപ്പോൾ തെളിയുമ്പോൾ, പത്തനംതിട്ട പ്രഖ്യാപിക്കാതെ ഇപ്പോഴും ലിസ്റ്റ് നിൽക്കുമ്പോൾ കോടിയേരിയുടെ വാക്കുകൾ തള്ളിക്കളയാനാകുമോ? ഈ പശ്ചാത്തലത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം: UDF BJP സ്ഥാനാർത്ഥി പട്ടികകൾ കോലീബി ആരോപണം ശരിവെക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ പത്തനംതിട്ട ഒഴിവാക്കി BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ ഇടതുപക്ഷം ആരോപിക്കുന്ന ധാരണകൾ ശരിവെക്കുന്ന ദുർബലരുടെ പേരുകൾ BJP ലിസ്റ്റിൽ ഇടം പിടിക്കുമ്പോൾ എന്താണ് യഥാർത്ഥ ചിത്രം? കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെക്കുറിച്ചുള്ള വിശദമായ ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ചർച്ചയിൽ ചേരുന്നത് BJP നേതാവ് അഡ്വക്കേറ്റ് JR പത്മകുമാർ, CPMനെ പ്രതിനിധീകരിച്ച് SK സജീഷ്, കോൺഗ്രസ് നേതാവ് AA ഷുക്കൂർ എന്നിവർ. ശ്രീ JR പത്മകുമാർ, പത്തനംതിട്ട പ്രഖ്യാപിക്കാതെ BJPയുടെ ലിസ്റ്റ് വന്നിരിക്കുകയാണ്. PS ശ്രീധരൻപിള്ളയ്ക്ക് സ്ഥാനാർത്ഥിത്വം ഇല്ലാത്ത ലിസ്റ്റിൽ പത്തനംതിട്ട പ്രഖ്യാപിക്കാതിരിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഒന്നും മനസ്സിലാക്കാനില്ല. അവിടെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാവും, അല്ലെങ്കിൽ നാളെ ഉണ്ടാവും. അല്ല സംശയം അല്ല. 20-19 മണ്ഡലങ്ങളെ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാനും ആ ലിസ്റ്റിൽ ഉണ്ടായി കാണും, അല്ലെങ്കിൽ ഇനി എന്താണെന്ന് പ്രശ്നമെന്ന് പരിശോധിക്കേണ്ട. ഇപ്പോഴാണ് ലിസ്റ്റ് വന്നിട്ടുള്ളത്. സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു എന്നുള്ളത് തന്നെയാണ് അവിടെ. എന്തായാലും കേരളത്തിൽ നിന്ന് കൊടുത്ത ലിസ്റ്റിൽ K സുരേന്ദ്രന്റെ പേര് മാത്രമല്ല ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു തർക്കമുണ്ടോ? ഇപ്പോഴും ചർച്ച നടക്കുന്നുണ്ടോ? ഒരു തർക്കവുമില്ല അതിനെ സംബന്ധിച്ച്. സംസ്ഥാന പ്രസിഡന്റിന്റെ രണ്ട് സ്ഥാനാർത്ഥികളുടെ നേതാക്കന്മാരുടെ പേരവിടെ ഉണ്ടായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്നില്ല, ഇത് കോർഡിനേറ്റ് ചെയ്യുള്ളൂ എന്നുള്ള വളരെ വ്യക്തമായിട്ട് ഇതിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ അവിടെ ഒരു സംശയത്തിൻ്റെ പ്രശ്നമില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കും. ഇത്തവണത്തെ BJPയുടെ ലിസ്റ്റിൽ ദുർബലരായ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കൊല്ലം, ആലപ്പുഴ ഇത്തരം മണ്ഡലങ്ങളിലെങ്കിലും ദുർബലരായ പേരുകൾ ഇപ്പോഴുമുണ്ട്. വടക്ക് വലിയ പ്രതീക്ഷ നിങ്ങൾക്ക് കൂടുതൽ വോട്ടുകൾ കിട്ടും എന്ന് കരുതുന്നിടത്ത് പോലും പുതിയ ആവേശമുണ്ടാക്കുന്ന പേരുകളൊന്നുമില്ലാത്ത വടകര ഉൾപ്പെടെ, കോഴിക്കോട് ഉൾപ്പെടെ, കോഴിക്കോട് പോലും വലിയ നേതാക്കളെ പ്രതീക്ഷിച്ച മണ്ഡലങ്ങളാണ്. അവിടെ ഒന്നും അത്തരം പേരുകൾ കൊടുക്കാത്ത ഒരു ലിസ്റ്റ് വരുന്നത് എന്താണ് ആ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്? അല്ല, ദുർബലരായ ആളുകളെ നിർത്തിയിട്ടുള്ളത് CPM ആണ്. LDF ആണ് ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത്. നമ്മൾ ഓരോന്ന് വേണമെങ്കിൽ പരിശോധിക്കാം. ഓരോ സീറ്റായിട്ട് എടുത്ത് വേണമെങ്കിൽ പരിശോധിക്കാം. ആളുകൾ വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ, മണ്ഡലം കമ്മിറ്റികൾ വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ, അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് പാർട്ടി നടപടിയെടുത്ത ആളുകൾ, ഇങ്ങനെയൊക്കെ നോക്കിയാൽ ജനങ്ങൾക്ക് വേണ്ടാത്ത പിന്നെ ഭൂമി കച്ചവടക്കാർ, കോൺഗ്രസ്സിന് രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി എനിക്ക് വോട്ട് ചെയ്യുക എന്ന് പരസ്യമായിട്ട് സമ്മേളനത്തിൽ പറയുന്ന ആളുകൾ, ഇവരൊക്കെയാണ് LDFിന് സ്ഥാനാർത്ഥി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ നല്ല കേന്ദ്രമന്ത്രി ഉൾപ്പെടെ, മുൻ ഗവർണർ ഉൾപ്പെടെ BJPയുടെ സമന്വിതരായ നേതാക്കന്മാരാണ്. അതിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. മോർച്ചകളുടെ നേതാക്കന്മാർ വേണം, വനിതകൾ വേണം. ആ ഒരു അർത്ഥത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ആളാണ് തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. താങ്കൾ ഉദ്ദേശിച്ച ഇപ്പോൾ കൊല്ലത്തെ സാബു ആണെങ്കിൽ ഞങ്ങളുടെ മൈനോറിറ്റി മോർച്ചയുടെ മുൻ സംസ്ഥാന പ്രസിഡൻ്റാണ്. ഇപ്പം മൈനോറിറ്റി മോർച്ചയുടെ അഖിലേന്ത്യാ ഭാരവാഹിയാണ് സാബു.
ആ സാബുവിനെ അപ്പം മോർച്ചകൾക്ക് ഞങ്ങൾ പരിഗണന കൊടുക്കുമ്പോൾ അതിലുള്ള ആളുകൾ വേണം. മഹിളാ മോർച്ചയ്ക്ക് കൊടുക്കുമ്പോൾ മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് VT രമ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ ശക്തമായ പരിണിതപ്രജ്ഞരായ കഴിഞ്ഞകാല അനുഭവങ്ങൾ തിരഞ്ഞെടുപ്പിൽ നേരിട്ട നേതാക്കന്മാർ തന്നെയാണ് മത്സര രംഗത്തുള്ളത്. മാത്രമല്ല, നിങ്ങൾ വടകരയുടെ കാര്യം പറഞ്ഞാൽ സജീവൻ കഴിഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു, ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, യുവ നേതാക്കന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായ നല്ല പ്രാസംഗികനും നല്ല സംഘടകനുമായ ഈ കമ്മ്യൂണിസ്റ്റ് അക്രമത്തിനെതിരായി പടപൊരുതുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വീട് വരെ ഈ ശബരിമല ഇഷ്യൂവായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ആക്രമിച്ചിട്ടുണ്ട് VK സജീവൻ. കഴിഞ്ഞ വർഷം അവിടെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിരുന്നു. അതുകൊണ്ട് ഇതിപ്പോൾ ശരിക്ക് ഇപ്പോൾ ഉള്ളൊരു പ്രചരണം എന്ന് പറഞ്ഞാൽ ഈ കള്ളൻ മോഷണം നടത്തിയിട്ട് ഓടുമ്പോൾ കള്ളനെന്ന് വിളിച്ചുകൊണ്ട് ഓടുന്ന ഒരു നിലപാടാണ് CPM ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത് കോൺഗ്രസുമായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അൻവർ വളരെ പരസ്യമായിട്ട് അവിടെ കൺവെൻഷനിൽ പറഞ്ഞില്ലേ രാഹുൽ ഗാന്ധി ആരാണ് കോൺഗ്രസ് ഞാൻ അന്വേഷിച്ചതാണ് എന്താണ് ലിസ്റ്റിലെ കാര്യം എന്നുള്ളത്. ഇപ്പോ ഡൽഹിയിൽ നിന്ന് ശരത്ത് കൂടി ചേർന്നിട്ടുണ്ട് നമ്മുടെ പ്രതിനിധി. ശരത്ത്, എന്താണ് പത്തനംതിട്ടയുടെ കാര്യത്തിൽ പ്രഖ്യാപനം വന്നിട്ടില്ല? ഇത് വിട്ടുപോയതാണോ വായിക്കാൻ, അതോ അത് മാറ്റിവെച്ചിരിക്കുകയാണ്? ശരത്ത് കേൾക്കാമെങ്കിൽ. ശരത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല. ശ്രീ പത്മകുമാർ, ഈ കാര്യത്തിൽ കൊല്ലത്ത് ടോം വടക്കന്റെ പേര് കേട്ടിരുന്നു. അദ്ദേഹം അവിടുത്തെ ശക്തനായ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കല്ല. പക്ഷേ നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് ഏറ്റവും അവസാനം കൊണ്ടുവന്ന AICCയുടെ മുഖ്യ സ്വീകരണ മുറിയിൽ നിന്നും അല്ല പറയേണ്ടത്, അവിടുത്തെ എല്ലാ മുറികളിലും സ്വാധീനമുള്ള ടോം വടക്കനെയാണ് നിങ്ങൾ കൊണ്ടുവന്നത്. അങ്ങനെയുള്ള ടോം വടക്കന് കൊല്ലമെങ്കിലും കൊടുക്കുമെന്ന് കരുതിയത് ഇപ്പോൾ അതുപോലും ഇല്ലാതായത് എന്തുകൊണ്ടാണ്? ടോം വടക്കൻ അങ്ങനെ ഏതെങ്കിലും എനിക്ക് സീറ്റിന് വേണ്ടിയാണ് വന്നതെന്ന് ആരോടെങ്കിലും പറഞ്ഞു. ടോം വടക്കൻ BJPയിലേക്ക് വരുന്നത് പാർട്ടി സ്ഥാനം മോഹിച്ചിട്ടാണെന്ന് ടോം വടക്കൻ പറഞ്ഞു. ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ തന്നെ ടോം വടക്കൻ ചാലക്കുടി മത്സരിക്കും, ടോം വടക്കൻ എറണാകുളത്ത് മത്സരിക്കും, ടോം വടക്കൻ കൊല്ലത്ത് മത്സരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിരാശയുണ്ടായി എന്നുള്ളതല്ല. ഞങ്ങളാരും അദ്ദേഹം ഉൾപ്പെടെ അങ്ങനെ ഒരു അവകാശവാദം എവിടെയും ഉന്നയിച്ചതായി കാണുന്നില്ല. ഈ കൊല്ലത്ത് ഏറ്റവും നല്ല സ്ഥാനാർത്ഥികൾ എന്ന് അങ്ങ് പറഞ്ഞു. ഇപ്പൊ നേരത്തെ മോർച്ചയുടെ പ്രാതിനിധ്യം, വനിതാ പ്രാതിനിധ്യം, ഇത്തവണ അതൊന്നും ആയിരുന്നില്ലല്ലോ. ഇത്തവണ സുവർണ അവസരമാണ്. ഏറ്റവും വിജയസാധ്യതയുള്ളവരെ നിർത്തുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങളുടെ ഓരോ ഘടകത്തിനും പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളതല്ലല്ലോ. ആ നിലയ്ക്ക് കൊല്ലത്ത് സുരേഷ് ഗോപി ഉൾപ്പെടെ ആനന്ദബോസിന്റെ പേരും ഇടയ്ക്ക് കേട്ടിരുന്നു. ശ്യാംകുമാർ അവിടെ തന്നെയുള്ള ആളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും ഉപയോഗിക്കാതെ ഇപ്പോൾ സാബുവിനെ പോലെ ആളുകളെ കൊണ്ടുവന്ന് ഇങ്ങനെ ഓരോ ഘടകത്തിനും പ്രാതിനിധ്യം കൊടുക്കുക എന്നതിലേക്ക് വന്നത്, അതാണ് ഇപ്പോൾ ഇടത് ആരോപണം വരുന്നത്. നിങ്ങൾ ദുർബലരെ നിർത്തുന്നു. ഞാൻ ഇടത് ആരോപണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കള്ളൻ മോഷണം നടത്തിയിട്ട് കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ കൂട്ടത്തിൽ ഓടുന്ന ഒരു നിലപാടിലാണ് CPMനുള്ളത്. CPM ആണ് കോൺഗ്രസുമായി ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത്, BJPയെ തോൽപ്പിക്കാൻ ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ഇപ്പോൾ പല മണ്ഡലങ്ങളും കഴിഞ്ഞ പാർലമെൻറ്റും അസംബ്ലിയൊക്കെ നമുക്ക് എടുത്ത് പരിശോധിച്ചാൽ നമുക്കതറിയാം. ഇപ്പോൾ തന്നെ ഞാൻ ചോദിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യമല്ലേ, ഞാൻ മീഡിയ ചർച്ച ചെയ്ത കാര്യമല്ലേ. അൻവർ പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാനാണ്, കൈപൊക്കാനാണ് ഞാൻ മത്സരിക്കുന്നതെന്ന് പറഞ്ഞ് CPM പറഞ്ഞത്, അവരുടെ കൺവെൻഷനിൽ പറഞ്ഞതിനെ കുറിച്ച് CPMന്റെ നേതാക്കളുടെ അഭിപ്രായം എന്താണ്? ഇവിടെ തന്നെ കഴിഞ്ഞതിനെ ശശി തരൂരിനെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചില തിരിമറികൾ നടത്തി എന്ന് പറഞ്ഞ് സ്വന്തം പാർട്ടി നടപടിയെടുത്ത ആളിനെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാക്കി, CPIയുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥിയാക്കി എന്ന് പറയുമ്പോൾ തന്നെ ശശി തരൂരിന് വേണ്ടിയിട്ടല്ലേ? അപ്പം ഇങ്ങനെ നോക്കിയാൽ CPM ആണ് ഈ കോൺഗ്രസുമായി ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾ 20 മണ്ഡലത്തിലും വളരെ അക്കാര്യത്തിൽ CPMന്റെ പ്രതിനിധി തന്നെ മറുപടി പറയട്ടെ. ശ്രീ ഷുക്കൂർ, CPM പ്രതിനിധിയിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ഷുക്കൂർ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇപ്പോഴും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കാനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വയനാട്, വടകര സീറ്റുകൾ. ഈ BJPയുടെ കാര്യത്തിൽ പത്തനംതിട്ട പ്രഖ്യാപിക്കാൻ ബാക്കി വച്ചിരിക്കുന്നത് പോലെ തന്നെയാണോ, സാങ്കേതികം എന്ന അവകാശം തന്നെയാണോ നിങ്ങൾ ഈ കാര്യത്തിലും പറയുക? അങ്ങനെയല്ല. ഞാന് വയനാടും വടകരയും ഉൾപ്പെടെ 16 കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിന് കൺഫർമേഷൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ഒരു അവ്യക്തതയുമില്ല, ഒരു മാറ്റവുമില്ല. ആ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്.
ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവും നമ്മുടെ നേതൃത്വവും പറഞ്ഞതുപോലെ ഏറ്റവും മിടുക്കന്മാരായ ഏറ്റവും പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും UDF മത്സരിപ്പിക്കുകയാണ്. അതിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ അത്രയും മിടുക്കന്മാരും ഗൗരവമുള്ള നേതൃത്വവും വളരെ വളരെ സംസ്ഥാന അടിസ്ഥാനത്തിലും അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും അറിയപ്പെടുന്നവർ മത്സരരംഗത്ത് വന്നപ്പോൾ ചില പരാജയങ്ങൾ ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ട് കാലേക്കൂട്ടി ഒരു കാര്യവുമായിട്ട്, അതായത് ഇത് BJP-യുമായുള്ള അവിഹിത ബന്ധമാണ്. ഞങ്ങളെപ്പോലെ BJP-യെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് കേരളത്തിലും രാജ്യത്തും വേറെ ഏതുണ്ട് എന്ന് പറയാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. പിണറായി വിജയനെയും കോടിയേരിയെയും അടക്കമുള്ള എല്ലാവരെയും. ഞങ്ങളെപ്പോലെ BJP-യെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ് പറയണം. ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം ഞങ്ങളുടേത് അതാണ്. ഞങ്ങൾ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തന പന്ഥാവിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യം, ഞങ്ങൾ പ്രധാനമന്ത്രിയാക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ നേതാവ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. BJP നരേന്ദ്രമോദിക്ക് വേണ്ടി നിൽക്കുന്നു, LDF ആർക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയാൻ ഈ തവണ ഈ തെരഞ്ഞെടുപ്പിൽ കഴിയില്ല. ഒരു തരത്തിലും ഇത്തരത്തിൽ മറ്റൊരു മത്സരം ഉണ്ടാക്കാൻ കഴിയില്ല. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ BJP-യുടെ NDA മുന്നണിയെ തകർക്കാൻ വേണ്ടി ഞങ്ങൾ രംഗത്ത് വരുമ്പോൾ ഇവിടെ NDA BJP 3-ാം സ്ഥാനത്താണ്, 2-ാം സ്ഥാനത്ത് LDF വന്നേക്കാം. ചില മണ്ഡലങ്ങളിൽ 3-ാം സ്ഥാനത്ത് LDF വരുന്നതും നമുക്ക് കാണാൻ കഴിയും. തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ഇത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ അതിശക്തമാകുകയാണ്. അപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും ഒരു സംശയവും വേണ്ട, UDF-ന് വമ്പിച്ച മുന്നേറ്റം. അത് കേരളത്തിലെ ചിത്രം അതാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത്തരം ഒരു സാഹചര്യം വന്നപ്പോൾ ഇനി കോലീബിയാകാം മറ്റതാകാം എന്നൊക്കെ പറഞ്ഞ് BJP ബാന്ധവം കെട്ടി വെക്കാൻ നോക്കിയാൽ ഞങ്ങൾക്കതേക്കില്ല. ഞങ്ങൾ ഈ ജനസമൂഹം കേരളീയ സമൂഹം അംഗീകരിക്കില്ല. കാരണം പാരമ്പര്യം. ശരി, ആ കാരണത്തിലേക്ക് പോകാം, വിശദമായി ചർച്ചയിലേക്ക് വരാം ശ്രീ ഷുക്കൂർ. പക്ഷേ 2-3 കാര്യങ്ങൾ താങ്കൾ പറഞ്ഞതിനകത്ത് സംശയം വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണ് നിങ്ങൾ ഇവിടെ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി പറഞ്ഞു കേട്ടില്ല, ഇത് ദേശീയ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ചതായും കേട്ടില്ല. അപ്പോൾ കേരളത്തിൽ മാത്രം നിങ്ങൾ ഇവിടെ പറയാൻ ശ്രമിക്കുന്നതാണോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ BJP-യുടെ ലിസ്റ്റ് ഇപ്പോൾ ഇന്ന് വന്നല്ലോ. ഇടതുപക്ഷം പറയുന്നത്, നേരത്തെ തന്നെ പറഞ്ഞത്, ഈ 5ഓളം മണ്ഡലങ്ങളിൽ അവർ ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട് എന്നതാണ്. അത് ശരിവെക്കുന്ന രീതിയിൽ ചില ചോദ്യങ്ങൾ ഇവിടെ ഇപ്പോൾ ചോദിക്കാനും സാധിച്ചു. കോൺഗ്രസിന് ആ അഭിപ്രായമുണ്ടോ ദുർബല സ്ഥാനാർത്ഥികൾ BJP-യുടെ ലിസ്റ്റിലുണ്ട് എന്ന്? BJP-യുടെ ഔദ്യോഗിക ലിസ്റ്റ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പത്തനംതിട്ടയിലെയും ആലപ്പുഴയിലെയും സ്ഥാനാർത്ഥികൾ വന്നിട്ടില്ല. ആലപ്പുഴയിൽ KS രാധാകൃഷ്ണനാണ്. അത് നേരത്തെ പറഞ്ഞപ്പോ പിഴവ് സംഭവിച്ചതാണ്. ഏതായാലും KS രാധാകൃഷ്ണൻ കോൺഗ്രസിൽ നിന്ന് അങ്ങോട്ട് പോയ ഒരാളാണ്. ഇത് സംബന്ധിച്ച് ഈ ആലപ്പുഴയിലെ വോട്ടർമാർ എങ്ങനെ കാണുമെന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പിൽ കാണാം. ഏതായാലും ഞാൻ ഒന്നേ പറയാനുള്ളൂ, അങ്ങനെ ചേക്കേറി വന്നവരും അല്ലാതെ കടമെടുത്തവരും പിണറായിയുടെ കൂടെ മുമ്പ് നിന്ന ആളുകളും എല്ലാം കൂടെ ചേരുന്നതാണ് BJP-യുടെ ലിസ്റ്റ് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. അത് നമ്മുടെ കണ്ണന്താനവും ആയാലും പടക്കനായാലും അല്ലെങ്കിൽ രാധാകൃഷ്ണനായാലും എല്ലാം അത്തരത്തിലുള്ള ആള് ദുർബലരാണ് എന്ന് ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് അങ്ങനെ ഇപ്പോഴേ ഞങ്ങൾ പറയുന്നില്ല. ദുർബലാവസ്ഥയിലേക്ക് ആര് പോകും എന്നുള്ളത് ജനങ്ങൾ വലിയ ശക്തി ഇല്ലാത്തത് കൊണ്ട് ദുർബലർ എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ ടോം വടക്കനും അതല്ലെങ്കിൽ KS രാധാകൃഷ്ണനും കോൺഗ്രസ് സീറ്റ് കൊടുക്കാതെ അവരെ തഴഞ്ഞത്. അതിൽ KS രാധാകൃഷ്ണനെ പോലുള്ളവർക്ക് ഇപ്പോൾ ആലപ്പുഴയിലൊക്കെ സീറ്റ് കൊടുക്കുന്നത് നിങ്ങൾ ദുർബലർ എന്ന് കരുതിയവരെ അവര് നിർത്തുന്നു. അങ്ങനെ ദുർബലരെ തന്നെയാണ് ഇടതുപക്ഷം പറയുന്നത് പോലെ ചില മണ്ഡലങ്ങളിൽ BJP ദുർബലരെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വന്നിരിക്കുകയാണോ ഇപ്പോൾ നിങ്ങൾക്കും? ലാലെ ഒന്ന് പറയട്ടെ, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നപ്പോൾ ഞങ്ങൾ കൊടുത്തിട്ടുള്ള അംഗീകാരം എന്ത് എന്നുള്ളത്
പകൽ പോലെ വ്യക്തമാണ്, പകൽ പോലെ വ്യക്തമാണ്. ശ്രീ രാധാകൃഷ്ണനാണെങ്കിലും ശ്രീ വടക്കനാണെങ്കിലും ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾ ആത്മാർത്ഥതയോടുകൂടിയുള്ള സമീപനങ്ങളാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ ഒരു നിങ്ങൾ നോക്കൂ, ദുർബല സമൂഹങ്ങൾ എന്ന് പറഞ്ഞ് അങ്ങനെ ഇകഴ്ത്തി ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ കാണുന്നില്ല. അത് CPM-നകത്തുള്ള സ്ഥാനാർത്ഥികളെ കാണുന്നില്ല. ഞാൻ ആരെയും അങ്ങനെ വ്യക്തിപരമായി ആക്ഷേപിക്കാനില്ല. അത് CPM-ന്റെ ആയാലും CPI-യുടേതായാലും. ഇപ്പൊ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ കുറിച്ച് വക്തവുമാണ്. എനിക്ക് അങ്ങനത്തെ അഭിപ്രായമില്ല. അത് CPM ആയാലും BJP ആയാലും സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിക്ക് എത്രമാത്രം ജനകീയ അംഗീകാരമുണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ UDF കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നിർത്തിയപ്പോൾ വിദ്യാർത്ഥി സംഘടനാ നേതാക്കള്, ചെറുപ്പക്കാര്, പുതുമുഖങ്ങള്, വനിതകളാണെങ്കിൽ ചെറുപ്പമുള്ളവര്, അത്തരത്തിൽ ജനകീയ അംഗീകാരമുള്ളവരെ, ജനപ്രതിനിധികളായിട്ടുള്ളവരെ ഒക്കെ അത്തരം പോസ്റ്റുകളിലേക്ക് മത്സരിപ്പിക്കാൻ. പക്ഷേ അവിടെയും ഒരു സംശയമുള്ളത്, എന്തിനാണ് ഈ വട്ടിയൂർക്കാവ് തിരുവനന്തപുരത്തെ പ്രത്യേകതയുള്ള ഒരു മണ്ഡലമാണ്, ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്താണ്. ശശി തരൂരിന് ബലം കൊടുക്കേണ്ട ആളാണ് വട്ടിയൂർക്കാവിലെ MLA കൂടിയായ K മുരളീധരൻ. അദ്ദേഹത്തെ ഇവിടെ നിന്ന് വടകരയിൽ കൊണ്ടുപോയി നിങ്ങൾ മത്സരിപ്പിച്ചത് എന്ത് പ്രത്യേകത കൊണ്ടാണ്? അവിടെ വട്ടിയൂർക്കാവിനെ കുറിച്ചൊരു സംശയം ആരെങ്കിലും ഉന്നയിച്ചാൽ അത് CPM പറയുന്നത് പോകട്ടെ, നിഷ്പക്ഷരായ നിരീക്ഷകർ പോലും പറയുന്നുണ്ട്, കണക്കുകൾ വെച്ച് പറയുന്നുണ്ട്, വട്ടിയൂർക്കാവിൽ ചില ധാരണകൾക്കുള്ള സാധ്യതയുണ്ട്. അത് കുമ്മനത്തിന് ഗുണകരമാകാൻ വേണ്ടിയുള്ളൊരു ധാരണയുടെ ഭാഗം കൂടി ആയി ചിത്രീകരിച്ചാൽ സംശയിക്കേണ്ടതില്ല. അങ്ങനെ പറയാൻ പറ്റുന്ന കണക്കുകളാണ് അവിടെ എന്ന്. അപ്പോൾ അക്കാര്യത്തിൽ എന്തിനായിരുന്നു മുരളീധരനെ വടകരയിൽ കൊണ്ടുപോയി ഒരു റിസ്ക് എടുത്തത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ശ്രീ K മുരളീധരൻ, പറഞ്ഞോളൂ. ഞാനൊന്ന് പറഞ്ഞോളട്ടെ. ലാൽ എന്നോടാണ് ഈ ചോദ്യം? അതെ, പറഞ്ഞോളൂ. അപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ശ്രീ K മുരളീധരനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കി. എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിയാക്കുന്നത്? ആ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന CPM-ന്റെ സ്ഥാനാർത്ഥി ഒരു കാരണവശാലും ഈ പാർലമെന്റിൽ പോകാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ കൊലപാതക രാഷ്ട്രീയം നമ്മുടെ സംസ്ഥാനത്ത് ആവർത്തിക്കും. ഒരു സംശയം വേണ്ട. കൊലപാതക രാഷ്ട്രീയത്തിന്റെ, അക്രമ രാഷ്ട്രീയത്തിന്റെ പൂർണ്ണമായ അതിന്റെ എല്ലാം സ്പോൺസർ ചെയ്യുന്നയാളാണ് ശ്രീ ജയരാജൻ. ഇങ്ങനെ നിങ്ങൾ പറയുമ്പോഴാണ് അക്കാര്യത്തിൽ വീണ്ടും സംശയങ്ങൾ വരുന്നത്, നിരീക്ഷകർ പോലും സംശയിക്കുന്നത്. കാരണം കൊലപാതക രാഷ്ട്രീയമാണ് നിങ്ങളുടെ ടാർഗറ്റ് എങ്കിൽ പിന്നെ K മുരളീധരനാണോ നല്ല സ്ഥാനാർത്ഥി? അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഏത് രീതിയിലാണ് ഇടതുപക്ഷം ഉപയോഗിക്കുക എന്നതുകൂടി പ്രശ്നമാകില്ലേ എന്നതാണ്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ശ്രീ SK സജീഷ്, UDF-ഉം BJP-യും ഇപ്പോൾ ഏത് തരത്തിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എന്നത് ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. ഇടതുപക്ഷം ഇപ്പോഴും ഇന്നും ആവർത്തിച്ചിരിക്കുന്നത് കോലി ആണ് സംസ്ഥാനത്ത്, അതിനെ തോൽപ്പിക്കും എന്നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും അത് പറഞ്ഞു കഴിഞ്ഞു. അതിനെ ന്യായീകരിക്കാനും ആ പ്രസ്താവനയെ, ഇടതുപക്ഷത്തിന്റെ ആ അവകാശവാദത്തെ ശരിയായ രീതിയിൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ UDF-ന്റെയും BJP-യുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ? തീർച്ചയായും കേരളത്തിൽ BJP-യുമായി ഒരു ബാന്ധവം സൃഷ്ടിച്ചുകൊണ്ട് ചില സീറ്റുകൾ ജയിക്കാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസും BJP-ക്കും അങ്ങനെ ചേരാൻ കഴിയുന്നതിൻ്റെ ഒരു ഘടകം കൂടിയുണ്ട്. അത് പിന്നെ ഇവിടെ പറഞ്ഞ പോലെയല്ല, ഇവരുടെ നയങ്ങളൊന്നാണ്. അതുകൊണ്ടാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആരും കോൺഗ്രസിലേക്ക് പോകുന്നില്ല. ശ്രീ ഷെക്കൂർ അദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ, ഞങ്ങളാണ് BJP എതിർക്കുന്നത് ഈ രാജ്യത്ത്, മറ്റാരുണ്ട് എന്നെല്ലാം പറഞ്ഞ് വെല്ലുവിളിച്ചു. നമ്മൾ കാണേണ്ട ഒരു കാര്യം, നിങ്ങളിൽ നിന്ന് പോകുന്നത് പോലെ മറ്റേതെങ്കിലും ഒരു പ്രാദേശിക പാർട്ടിയിൽ നിന്നെങ്കിലും ആളുകൾ BJP-യിലേക്ക് പോകുന്നുണ്ടോ? ഈ ചർച്ചയിൽ തന്നെ വരികൾക്കിടയിലൂടെ അദ്ദേഹം സമ്മതിച്ചൊരു കാര്യമുണ്ട്. അദ്ദേഹത്തോട് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചില്ല എന്ന് പറഞ്ഞു പോയി BJP-യുടെ. അദ്ദേഹം ആലപ്പുഴയിൽ സജീവമായ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. അദ്ദേഹം മനഃപൂർവ്വം പറയാതിരുന്നാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം പിന്നീട് സ്ഥാനാർത്ഥിയെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു അത് പഴയ കോൺഗ്രസ്സുകാരനാണ് എന്ന്. പഴയ കോൺഗ്രസ്സുകാരൻ എന്ന് പറഞ്ഞാൽ ചില്ലറ കോൺഗ്രസ്സുകാരനല്ല.
ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്ത് PSC ചെയർമാനും സർവകലാശാലയുടെ വൈസ് ചാൻസലറും എല്ലാമായി വെച്ചിട്ടുള്ള പ്രമുഖനായ കോൺഗ്രസ് നേതാവാണ് ഇപ്പോൾ ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ടോം വടക്കന് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ KS രാധാകൃഷ്ണന് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ കോൺഗ്രസ് ആണ് BJPയെ വെല്ലുവിളിക്കുന്നതെന്ന് പറയരുത്. നിങ്ങളാണ് പലയിടത്തും സ്ഥാനാർത്ഥികളെ കോൺഗ്രസിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പോൾ 103 പേർ പഴയ കോൺഗ്രസിന്റെ 1ഉം 2ഉം UPA ഗവൺമെന്റ് കാലത്തെ MP-മാരും മന്ത്രിമാരും AICC നേതാക്കന്മാരുമായിട്ടുള്ള MP-മാരാണ് ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദിക്ക് വേണ്ടി കൈപൊക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ 97ഓളം MLA-മാരാണ്. എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടി കഴിയുന്നില്ല. എണ്ണം ഞാൻ 5-6 ദിവസം മുമ്പ് എടുത്തപ്പോൾ 87 ആയിരുന്നു. അതിനുശേഷം ശ്രീ ഉമ്മൻചാണ്ടിക്ക് ചുമതലയുള്ള ആന്ധ്രയിൽ നിന്ന് 8 പേർ പോയതോടുകൂടി ഇപ്പോൾ ഇങ്ങനെ ദിവസവും കോൺഗ്രസിന്റെ MLA-മാർ പോയി ഏതാണ്ട് 100 അടുക്കുകയാണ്. അടുത്ത ദിവസം തന്നെ അത് 100 അടുക്കും. അപ്പോൾ നിങ്ങൾ ആണോ BJPയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ രാജ്യത്ത് ഓരോ സംസ്ഥാനത്തും കോൺഗ്രസ് അങ്ങനെ തന്നെ BJPയായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ വെല്ലുവിളിയുടെ കാര്യം പറയണ്ട. ആ കാര്യത്തിൽ BJPയെ ചെറുത്ത് തോൽപ്പിക്കാൻ ഒരു വിശ്വാസ്യതയും ഇല്ലാത്ത പാർട്ടിയായി രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ കോൺഗ്രസിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. ഇവിടെ കോൺഗ്രസ് ശക്തമായ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചു എന്നാ പറയുന്നത്. എത്ര കാലമെടുത്തു, ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഇവരിപ്പോ ശ്രമിക്കുന്നത് എന്താണ്? ചില വിവാദങ്ങൾ, അപവാദങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾക്കും പറയാൻ വേണ്ടി പറ്റുമല്ലോ. ഞങ്ങൾ അതിനും തയ്യാറായിട്ടില്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയം പറയാനുണ്ട്. നിങ്ങൾ ഇപ്പൊ വടകരയിലെ സ്ഥാനാർത്ഥിയായ ശ്രീ K മുരളീധരനെ കുറിച്ച് പറയുന്നു. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സോണിയാഗാന്ധിയെ തെറിവിളിച്ച ആളല്ലേ? ഉമ്മൻചാണ്ടിയെ തെറിവിളിച്ച ആളല്ലേ? അഹമ്മദ് പട്ടേലിനെ തെറിവിളിച്ച ആളല്ലേ? ഉമ്മൻചാണ്ടി ആരാണെന്നാണ് ശ്രീ K മുരളീധരൻ പറഞ്ഞത്? മദ്യമാഫിയുടെ ആളാണ്, പിന്നെ മണൽ മാഫിയയുടെ ആളാണ്, കേരളത്തിലെ സകലമാന മാഫിയയുടെയും ആളാണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞയാളല്ലേ ശ്രീ K മുരളീധരൻ? ശ്രീ K മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും നടത്തിയ സംഭാഷണം, അവർ തമ്മിൽ നടത്തിയ തെറിപ്പോര് മാധ്യമത്തിന്റെ മുന്നിൽ പറയാൻ വേണ്ടി പറ്റുന്നതാണോ? അപ്പൊ K മുരളീധരൻ എന്താണെന്ന് നമുക്കറിയാം. അദ്ദേഹം എവിടെയാണ് ജയിച്ചിട്ടുള്ളതെന്ന് അറിയാം. ഞങ്ങൾ CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് സാധാരണ ജനങ്ങളോട് പറയാറുള്ള ഒരു കാര്യമുണ്ട്. കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം കേരളത്തിന്റെ വൈദ്യുതി മന്ത്രിയായിരുന്നു, മികച്ച വൈദ്യുതി മന്ത്രിയായിരുന്നു. ഏതാണ്ട് 1700ഓളം മെഗാവാട്ട് വൈദ്യുതി അധികം ഉൽപ്പാദിപ്പിച്ച മാതൃഭൂമി പോലും അദ്ദേഹത്തെ കുറിച്ച് എഡിറ്റോറിയൽ എഴുതിയിരുന്നു. അദ്ദേഹം കേരളത്തിന്റെ വൈദ്യുതി മന്ത്രി സ്ഥാനം ഉപേക്ഷിച്ച് CPIM-ന്റെ കേരളത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനമായിട്ടുള്ള CPM സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് വന്നു. അതിനുശേഷമാണ് ശ്രീ K മുരളീധരൻ, അദ്ദേഹം KPCC-യുടെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം ഉപേക്ഷിച്ച് വൈദ്യുതി മന്ത്രിയായി മാറി. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ആ വൈദ്യുതി മന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കാൻ ഒരു മണ്ഡലം വേണമായിരുന്നു. അത് തൃശൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ ഏറ്റവും ഉറച്ച കോട്ടയായ സീറ്റിലേക്ക് പോയി. ആ സീറ്റിൽ അദ്ദേഹം മത്സരിച്ചു. മന്ത്രിയായിരിക്കെ 6 മാസത്തിനുള്ളിൽ മത്സരിക്കണമെന്നുള്ളതുകൊണ്ട് വടക്കാഞ്ചേരിയിൽ മത്സരിച്ചു. ദയനീയമായി പരാജയപ്പെട്ടു. എന്താ ഉണ്ടായത്? അതുവരെ ആ കാലഘട്ടം വരെ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ ഏറ്റവും ഉറച്ച സീറ്റായിരുന്ന വടക്കാഞ്ചേരി നഷ്ടപ്പെടുത്തി തന്ന പാരമ്പര്യമല്ലേ ഇന്നും വടക്കാഞ്ചേരി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആദ്യമായി നഷ്ടപ്പെടുത്തി തന്ന പാരമ്പര്യമല്ലേ അദ്ദേഹത്തിനുള്ളത്? ഇതിലപ്പുറത്തേക്ക് എന്താണുള്ളത്? ഇതൊക്കെ മികച്ച സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറെ മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി അവതരിപ്പിക്കുകയാണോ? ചരിത്രവും കാര്യങ്ങളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ പറയുമ്പോൾ പറയേണ്ടി വരികയാണ്. എന്ത് കേസാണുള്ളത്? തലശ്ശേരി സെഷൻസ് കോടതി ആ കേസല്ലേ എടുത്ത് ചവറ്റുകൊട്ടയിലിട്ടുള്ളത്? ശരി, അപ്പൊ ഇത് കോലീബി സഖ്യത്തിന്റെ തുടർച്ചയാണ്, കോലീബി ധാരണയാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾ വരുന്നതിന്, ഇങ്ങനെ കെട്ടിയിറക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതിന് എന്നൊക്കെ പറയുന്നത് എന്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ശ്രീ സജീഷ്? അല്ല ശ്രീ ലാൽ, ഞാനൊരു കാര്യം കൂടി അങ്ങ് പൂർത്തീകരിച്ചിട്ട് അതിലേക്കായിരുന്നു ഞാൻ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ രണ്ടുപേരും ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പറയേണ്ടി വന്നത്. മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞു പോകണമല്ലോ. ഒരു കാര്യം, സ്ഥാനാർത്ഥിയെ അപവാദത്തിൽപ്പെടുത്തുകയാണ്. അദ്ദേഹം കൊലപാതക കേസിൽ പ്രതിയാണോ? അദ്ദേഹത്തിന് ഏതെങ്കിലും കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളല്ലേ കേസിൽ പ്രതിയായിട്ടുള്ള ആളുകളെ മത്സരിപ്പിക്കുന്നത്, ശിക്ഷിക്കപ്പെട്ടുള്ള ആളുകളെ മത്സരിപ്പിക്കുന്നത്. K സുധാകരൻ നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണല്ലോ. അദ്ദേഹം കേസുകളിലൊന്നും ഇല്ലാത്ത ആളാണോ? നാൽപ്പാടി വാസുവിനെ കൊന്നിട്ട് വന്നിട്ട് കണ്ണൂരിൽ പരസ്യമായി ഞാനൊരാളെ കൊന്നിട്ട് വന്നിരിക്കുകയാണെന്ന്
പ്രസംഗിച്ചയാളാണല്ലോ ശ്രീ കെ സുധാകരൻ. അദ്ദേഹം മമ്പറം സുധാകരൻ നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരിച്ചയാളല്ലേ? കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളല്ലേ? നിങ്ങൾ എന്താ ഇതൊന്നും പറയാത്തത്? എന്നിട്ട് ഒന്നുമില്ലാത്തൊരു കേസ് നിങ്ങൾ അന്വേഷിച്ചിട്ട് ലോകത്ത് ഇന്ന് വരെ ഇന്ത്യയിൽ ഇതുവരെ ചേർക്കാത്ത ഒരു വകുപ്പ് ചേർത്തു. 118 വകുപ്പ്, കണ്ടിട്ടും മിണ്ടിയിട്ടില്ല എന്ന വകുപ്പ്. എന്നിട്ട് അത് കണ്ടു എന്ന് പറയുന്ന ലീഗുകാരെ സാക്ഷിയാക്കി. ആ ലീഗുകാർ കേസിൽ പ്രതിയാവുന്നു കണ്ട് സാക്ഷി പറഞ്ഞാൽ ആ കേസ് അവരുടെ നേരെയാണ് വരിക എന്ന് പറഞ്ഞിട്ട് അവർ ഒളിച്ചോടി. ഇതെല്ലാം പച്ചയായ യാഥാർത്ഥ്യമല്ലേ? ഇതെല്ലാം ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? എന്നിട്ട് നിങ്ങൾ പിന്നെയും കേസ് എന്ന് പറയുകയാണ്. അദ്ദേഹത്തെ ജനങ്ങൾക്കറിയാം. നിങ്ങൾ അങ്ങനെയൊന്നും വിശേഷിപ്പിച്ചാൽ ജനങ്ങൾക്കറിയാം. ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച സ്വാന്തന പരിപാലന കേന്ദ്രം നടത്താൻ നേതൃത്വം കൊടുക്കുന്നയാളാണ് സഖാവ് പി ജയരാജൻ. ആയിരക്കണക്കിന് രോഗികളെ സഹായിക്കുന്നയാളാണ്. ഞാനതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അതെല്ലാം ജനങ്ങൾക്കറിയാം. ജനങ്ങൾ അറിഞ്ഞു നിന്നുകൊണ്ട് തന്നെ നിങ്ങളിപ്പോ രാജ്യത്ത് BJPക്കെതിരായും സംഘപരിവാരത്തിനെതിരായും പൊരുതുകയാണെന്ന് പറയുന്നു. ജീവിതം അടയാളപ്പെടുത്തിക്കൊണ്ട് ജീവൻ കൊണ്ട് പോരാടി തെളിയിച്ചിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം. ഇന്ത്യൻ പാർലമെന്റിൽ വരേണ്ടതുണ്ട് സംഘപരിവാരത്തിനെതിരായി. വടകരയിലെ പ്രമുഖരായ ജനങ്ങൾക്ക് അവിടെയാണ് നിങ്ങൾ ഒരു കാര്യം കൂടി പറയാം. അവിടെയാണ് നിങ്ങൾ കോലിബിയുമായി വരുന്നത്. കാണണം, വടകരയെ തന്നെയാണ് അത് തകർത്തു പരാജയപ്പെടുത്തിയിട്ടുള്ളത്. വടകരയിൽ നമുക്കറിയാം നിങ്ങൾ കോലിബി സഖ്യമായി നിന്നു. ആ സഖ്യത്തെ വടകര പരാജയപ്പെടുത്തിയ അനുഭവമുണ്ട്. നിങ്ങൾ രത്നസിംഗിനെ മത്സരിപ്പിച്ചു. ആരായിരുന്നു രത്നസിംഗ്? രത്നസിംഗ് RSSകാരനല്ലേ? ശരി. അപ്പൊ അന്നത്തെ ആ ചരിത്രം ആവർത്തിക്കുന്നു എന്ന് തന്നെയാണ് ഇന്ന് ശ്രീ പിണറായി വിജയനും പറഞ്ഞത്. അത് ഏത് രീതിയിലാണെന്നാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ശ്രീ പത്മകുമാർ, എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങയോട് അന്വേഷിക്കേണ്ട ഒരു കാര്യം, ഈ കോലിബി സഖ്യത്തെ നിങ്ങളും UDFും ഒരുപോലെ തന്നെ ഇപ്പോൾ ഇടതുപക്ഷം അത് ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് പരാമർശിച്ചു പോകാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇതിന് എന്താണ് കാരണം, എവിടെയാണ് തെളിവ് എന്നുള്ളതിന് ഒരു കാര്യം BJPക്ക് ആവശ്യമായിട്ടുള്ളത്, ഈ ധാരണ BJPക്ക് എങ്ങനെയാണ് ആവശ്യമാകുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഈ പത്തനംതിട്ടയിലെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു കൺഫ്യൂഷനാണ്. പത്തനംതിട്ടയിൽ K സുരേന്ദ്രൻ വന്നാൽ അവിടെ സാമുദായികമായി അത് BJPക്ക് ഗുണം ചെയ്യില്ല. സാമുദായികമായി K സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ BJPക്ക് ദോഷം ചെയ്യുമെന്നത് പത്തനംതിട്ടയിൽ മാത്രമല്ല ഉണ്ടാകാൻ പോകുന്നത്, തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനും ആ സാമുദായിക ബാലൻസ് തെറ്റുന്നത് അപകടകരമാണ്. ഇത് മനസ്സിലാക്കുന്ന RSS 5 ദുർബല സ്ഥാനാർത്ഥികളെയെങ്കിലും നിർത്തി UDFനെ സഹായിക്കുന്നു. പകരം തിരുവനന്തപുരത്തിന്റെ വട്ടിയൂർക്കാവിൽ നിന്ന് K മുരളീധരനെ വടകരയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു. ഈ ധാരണ മുരളീധരൻ പോലും അറിയാതെയാണ് സംഭവിക്കുന്നത് എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. കോൺഗ്രസിലെയും RSSലെയും ചില ധാരണകളുടെ അടിസ്ഥാനമാണ് എന്നാണ്. അതായത് കുമ്മനം രാജശേഖരന് വേണ്ടിയിട്ടാണ് ഈ ധാരണ എന്നതാണ് കോലിബിയുടെ ഇന്നത്തെ അർത്ഥം. അല്ല, ഇത് നിങ്ങളുടെ ശരിക്കൊരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ്. ഒരു ചാനല് ഈ CPMന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇങ്ങനെ പ്രചരണം നടത്തരുത്. ഇത് കള്ളപ്രചരണമാണ്. ഞാൻ പറഞ്ഞോട്ടെ, അത് അതിന് പറയാൻ കാരണമുണ്ടല്ലോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമ്മൾ സ്വാഭാവികമായിട്ട് എതിർക്കുമല്ലോ. ഇപ്പോൾ ഈ ഒരു പ്രചരണമാണ്, CPM നടത്തുന്ന പ്രചരണമാണ്. ഇപ്പം ഞങ്ങൾ 20 സ്ഥാനാർത്ഥിക്കും അറിയാം ആരാണ് സ്ഥാനാർത്ഥി എന്ന്. പ്രഖ്യാപിച്ചില്ലേ എന്നുള്ളതല്ല, സ്ഥാനാർത്ഥിക്കും അറിയാം, ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്കും അറിയാം. അതൊരു പ്രവർത്തനം പോകുന്നുണ്ട്, ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും. ഇവിടെ ഇപ്പോൾ സുക്കൂർ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, CPM ഒരു 4-5 മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്ത് പോകും. ഇതാണ് ധാരണ. കാര്യം അവിടെ CPM 3-ാം സ്ഥാനത്ത് പോകണമെങ്കിൽ 1-ാം സ്ഥാനത്ത് ആരാണ് വരാൻ പോകുന്നത്, അവിടെ ആർക്കാണ് വോട്ട് CPM കൊടുക്കുന്നത്, CPM 3-ാം സ്ഥാനത്ത് പോകുന്ന മണ്ഡലങ്ങൾ ഏതാണ് എന്നുള്ള കാര്യം സുക്കൂർ പറഞ്ഞാൽ മതി. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതിന് ഇപ്പൊ സജീഷ് ഇത്രയും നേരത്തെ മറുപടി പറഞ്ഞില്ലല്ലോ. ഈ ഞാൻ ഒരു പാർലമെന്റ് കൺവെൻഷനിൽ LDFന്റെ സ്ഥാനാർത്ഥി പറയാണ് രാഹുൽ ഗാന്ധിക്ക് കൈവക്കാൻ നിങ്ങൾ എനിക്ക് വോട്ട് തരണമെന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം എന്താ ധാരണ പരസ്യമാക്കേണ്ടത്? പിന്നെ സജീഷ് ഇവിടെ പറയട്ടെ, അങ്ങനെയല്ലല്ലോ രാഹുൽ ഞാൻ ഈ പരിപാടി മതിയാക്കി തരാം. അദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൈവക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വോട്ട് ചോദിക്കുന്നതെന്ന് കൺവെൻഷനിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ എല്ലാ യൂട്യൂബിലും ഇപ്പൊ സജീവമാണ്. അത് പിന്നെ ഈ സജീഷ് പിന്നെ വന്നിരുന്ന് പറയരുത് BJPയുടെയും കോൺഗ്രസിന്റെയും നയം ഒന്നാണ്, അതുകൊണ്ട് അവർ രണ്ടുപേരും ധാരണയാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഈ BJPയും കോൺഗ്രസുമായി ധാരണ ഉണ്ടാക്കി ജയിച്ചു വരണ കോൺഗ്രസ്സുകാരുമായിട്ട് നിങ്ങൾ പാർലമെന്റിൽ കൂടണ്ട.
നിങ്ങൾക്ക് അത് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? പക്ഷേ അത് നിങ്ങളുടെ ആവശ്യമാണെങ്കിലും സജീഷ് പറഞ്ഞ ഒരു കണക്ക് ഞാൻ പറയട്ടെ. BJP കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ഒഴുകിയ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. തിരിച്ച് ഇപ്പോൾ ഒഴുകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ത്രിപുരയിലാണെങ്കിലും അരുണാചൽ പ്രദേശിലാണെങ്കിലും ഇപ്പോൾ തിരിച്ച് BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഒഴുകുന്നുണ്ട്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഈ ഒഴുക്കിന്റെ കാര്യമൊന്നും പറഞ്ഞ് ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണ്ട. ഈ പശ്ചിമ ബംഗാളില് CPM-ന്റെ MLA BJP വന്നിട്ടുണ്ട്. ഈ കൊടിയേരിയെക്കാളും വലിയൊരു കൊടിയേരിയാണ് നമ്മുടെ മഹാരാഷ്ട്രയിലെ സെക്രട്ടറി ഉണ്ട്, സംസ്ഥാന സെക്രട്ടറി. അത് CPM നടപടി എടുത്തോ. BJPക്ക് അനുകൂലമായിട്ട് പറഞ്ഞാൽ നടപടി എടുക്കും. നിങ്ങളുടെ സെക്രട്ടറിയാണ്. നിങ്ങൾ കറകളഞ്ഞ പാർട്ടി പ്ലീനത്തിലെ കൂടെ ഇങ്ങനെ മോൾഡ് ചെയ്ത് എടുത്ത ആളാണ് പറഞ്ഞത് എന്റെ ജീവിത അഭിലാഷമാണ് മോഡി നടപ്പിലാക്കിയത്, മോഡി ഇനിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം എന്ന് പറഞ്ഞത് മഹാരാഷ്ട്രയുടെ പാർട്ടി സെക്രട്ടറി. നിങ്ങൾ നടപടി എടുത്തോട്ടെ. ഞാൻ ചോദിച്ചു, ഇപ്പോ ഇന്ന് ആള് കേരളത്തിൽ പോണില്ല എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുകയാണ്. എങ്ങനെ ആളുകൾ പോവുക? CPM-ൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നോവ വരും. നിങ്ങൾ ചന്ദ്രശേഖരനെ കണ്ടില്ലേ? ഗൗരിയമ്മയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് പീഡിപ്പിച്ചതെന്ന് അറിഞ്ഞൂടെ? നമ്മുടെ MV രാഘവനെ എങ്ങനെയാണ് പീഡിപ്പിച്ചതെന്ന് അറിഞ്ഞൂടെ? സംഘപരിവാർ പ്രസ്ഥാനത്തിൽ കണ്ണൂരിൽ മരിച്ചു വീണ 80% പ്രവർത്തകരും കഴിഞ്ഞ കാല കമ്മ്യൂണിസ്റ്റുകാരാണ്, CPM-ന്റെ പ്രവർത്തകരാണ്. അവരെയൊക്കെ നിങ്ങൾ കൊന്നു തള്ളും. അതുകൊണ്ട് കേരളത്തെ പേടിച്ചാലും CPM വലിയ നേതാക്കന്മാരും ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഈ കാര്യത്തിൽ ഷുക്കൂറിന് പറയാനുള്ളത് അദ്ദേഹവും പറയട്ടെ. പക്ഷേ എന്റെ ഒറ്റ ചോദ്യം പതിവ് പോലെ ഞാൻ ഉത്തരം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കുകയാണ് ശ്രീ പത്മകുമാറിനോട്. എന്റെ ഒരു ചോദ്യം ഇപ്പോഴും ഉണ്ട് അവിടെ. അതായത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്തായാലും തിരുവനന്തപുരത്തെ ശക്തനായ ഒരു MLA ആണ് കോൺഗ്രസിന്റെ K. മുരളീധരൻ. അദ്ദേഹം ശശി തരൂരിന്റെ അടുത്ത് നിന്ന് പ്രചരണം മതിയാക്കി വടകരയ്ക്ക് പോകുന്നു. ഇത് മുരളീധരൻ പോലും അറിയാതെ ഇങ്ങനെ ഒരു നാടകത്തിലൂടെ അദ്ദേഹം അവിടേക്ക് പറിച്ചു മാറ്റപ്പെട്ടു. ഇതിന്റെ ലാഭം ആർക്കാണ്? ഒന്ന്. രണ്ടാമത് പത്തനംതിട്ടയിൽ ഈ ലാഭം കുമ്മനത്തിന് വേണമെങ്കിൽ അതിന് കാരണം K. സുരേന്ദ്രനെ പത്തനംതിട്ടയിൽ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സാമുദായിക വിഭാഗത്തിന്റെ വോട്ട് കുമ്മനത്തിന് ഉറപ്പിക്കുക. പേര് പോണതിന് നിങ്ങളെ അങ്ങനെ പോകുന്നത് എന്തിന്? അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇവിടെ ഞാൻ പറയട്ടെ, ഈ മുരളീധരനല്ലേ നിങ്ങൾ അദ്ദേഹം ജയിച്ചതിന് ശേഷം പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് കുമ്മനത്തിനെ തോൽപ്പിക്കാൻ CPM-ന്റെ വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ? നിങ്ങളെ സീമ അവിടെ മത്സരിച്ച സീമ പാർട്ടിക്ക് CPM-ന്റെ നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്. CPM-ന്റെ സ്ഥാനാർത്ഥി സീമ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി കൊടുത്ത് അന്വേഷണം നടത്തിയിട്ട് ഈ സീമയെ തോൽപ്പിക്കാൻ CPM മുരളീധരന് വോട്ട് ചെയ്തു എന്ന് അവരുടെ പാർട്ടി സമ്മേളനത്തിൽ റിപ്പോർട്ടില്ലേ? പാർട്ടി കമ്മിറ്റി റിപ്പോർട്ട്. ആരാണ് ഇവിടെ ധാരണ ഉണ്ടാക്കുന്നത്? ഒരു ചോദ്യം കൂടി ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ്, ഇത്രയധികം CPM-ന്റെ പാർട്ടിക്കകത്തുള്ള റിപ്പോർട്ടുകളൊക്കെ വിശദമായി പഠിക്കുന്ന ശ്രീ പത്മകുമാർ, താങ്കൾ ഈ മാരാർജി എഴുതി വെച്ചത് വായിക്കാറില്ലേ? മഹാരാജിയെ കുറിച്ച് വേറൊരാളെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പരസ്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ അന്ന് ഉണ്ടാക്കിയ ധാരണ പരസ്യമാണ്. ഞങ്ങൾ CPM-ആയിട്ട് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. CPM-ന്റെ ഒരു സമുന്നത നേതാവിന്റെ ഇലക്ഷൻ കൺവെൻഷൻ അദ്വാനി വന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടല്ലോ. രാജഗോപാൽ ഇലക്ഷൻ കമ്മിറ്റി രാജഗോപാലിന് വേണ്ടിയിട്ട് CPM-ന്റെ നേതാക്കളെ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ പരസ്യമാണ് എന്ന് പറയുന്ന പഴയ വടകരയിലെ കോലീബി ബന്ധവും ഈ പറയുന്ന ബേപ്പൂരിലെ ബന്ധവും ഇപ്പോഴും തുടരുന്നതിന് നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്ന് പിണറായി വിജയൻ പറയുകയാണ്. ഞാനൊരു ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക്. ശ്രീ ഷുക്കൂർ, പഴയ കോലീബി ബന്ധത്തെ മറച്ചു പിടിക്കേണ്ട ആവശ്യമില്ലാത്ത നിലയിൽ തന്നെയാണ് ഇപ്പോൾ BJP ശ്രീ പത്മകുമാറും ആ കാര്യം പരസ്യമായി തന്നെ ഉണ്ടായിരുന്ന അന്നത്തെ ധാരണയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നതിന് യാതൊരു മടിയുമില്ല. അക്കാര്യത്തിൽ കോൺഗ്രസിനാണ് കോലീബി എന്ന് കേൾക്കുമ്പോൾ അത് ഒരു വൃത്തികേടായി ഇപ്പോൾ ആളുകൾ മനസ്സിലാക്കുന്നല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ പ്രതികരിക്കുന്നത്. അത് തുറന്നു പറയുന്നതിന് നിങ്ങൾക്ക് മടിയില്ലെങ്കിൽ അത് ആവർത്തിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ഇപ്പോൾ ഇടതുപക്ഷം പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് വിറളി പിടിക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ ലാലെ, എനിക്ക് ആവശ്യത്തിന് സമയം കൂടെ തരണം. സജീഷിന് കൊടുത്തതുപോലെ തന്നെ ഞാനൊന്ന് പറഞ്ഞോളട്ടെ. നിങ്ങളാണ് BJP-യെ വളർത്തുന്ന ശക്തിയായി കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. വളരെ പ്രകടമായ ചില കാര്യങ്ങൾ വ്യക്തമായത് നമ്മുടെ സമൂഹത്തിൽ ജനമനസ്സുകളിലേക്ക് കടന്നു എന്ന കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന, ലാഭകരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിമാനത്താവളമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള തീരുമാനം
എടുക്കുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റിന് ചില നടപടികൾ സ്വീകരിക്കാമായിരുന്നു. എന്നാൽ പിണറായി വിജയൻ ആ നടപടി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ആ ബിഡിൽ പങ്കെടുക്കുകയും പിണറായി വിജയൻ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഭാഗം ബിഡിൽ വന്നു, അതിൽ രണ്ടാം സ്ഥാനത്തേക്ക് പോയത് കൊണ്ട് അവിടെ പോയി. അപ്പൊ ബിഡിൽ പങ്കെടുക്കാതെ നിയമപരമായി അതിന് വേണ്ട എതിർപ്പ് പ്രകടിപ്പിച്ച് ലാഭകരമായി പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം തിരുവനന്തപുരം ഒരു കാരണവശാലും സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ പാടില്ല എന്ന് വാദിച്ച് അതിന് കേരളീയ സമൂഹത്തെ ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം സഖാവ് പിണറായി വിജയൻ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ബോധപൂർവം നരേന്ദ്രമോദി പിണറായി കൂട്ടുകൊട്ട് അത് ബോധപൂർവം ഒഴിവാക്കി അദാനിക്കത് നൽകുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശശി തരൂരിന്റെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. കണ്ടില്ലേ അദ്ദേഹം എന്താ ചെയ്തത്? ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ലാല് പറഞ്ഞോളൂ. അദ്ദേഹം ആറന്മുള കണ്ണാടിയാണ് ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചത്. ക്ഷേമൈശ്വര്യം മാത്രമല്ല, ദീർഘായുസ്സും. എത്ര കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായ കേരളത്തിൽ എന്താ വാളുകൾക്ക് മുന്നിൽ, കടാരകൾക്ക് മുമ്പിൽ, പോരാട്ടങ്ങൾക്ക് മുമ്പിൽ പതറാത്ത നിലപാടുകളുള്ള ഒരു മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം അവിടെ കാണുക. മൂന്നാമത്തത് കൂത്തുപറമ്പിൽ നിന്ന് തുടങ്ങിയതാണിത്. ഇത് നിങ്ങളുടെ പൈതൃകമാണ്, ഞങ്ങളുടെ പൈതൃകമല്ല. നിങ്ങളുടെ പൈതൃകമാണ്. നിങ്ങൾ കൂത്തുപറമ്പിൽ 77-ൽ അത് കഴിഞ്ഞ് അടിയന്തരാവസ്ഥക്കാലത്ത്, അതിനുശേഷം ജനതാ പാർട്ടിയിൽ, അതോടൊപ്പം തന്നെ BJP-യുടെ VP സിംഗിന്റെ ഗവൺമെന്റിൽ നിങ്ങൾ അദ്വാനിയോടൊപ്പം, വാജ്പേയിയോടൊപ്പം, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഉൾപ്പെടെ മുന്നോട്ട് ഒരുമിച്ച് പോയ ബാന്ധവം കേരളീയ സമൂഹമല്ല, ഭാരതീയ സമൂഹം മറന്നിട്ടില്ല. ആലപ്പുഴയിൽ പ്രസംഗിക്കുന്നത് പോലെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല. ശ്രീ ഷുക്കൂർ, ആലപ്പുഴയിൽ പ്രസംഗിക്കുന്നത് പോലെയല്ല കേരളം മുഴുവൻ കാണുന്ന ഈ ചർച്ചയിൽ എന്റെ ചോദ്യം എന്തായിരുന്നു? കോലീബിയെ കുറിച്ച് BJP തുറന്നു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അവർക്കിപ്പോൾ അതിൽ മറയ്ക്കാനില്ലെങ്കിൽ നിങ്ങൾക്കതിനുള്ള ധാരണ ഇപ്പോൾ ഉണ്ട് എന്ന്, ആ ധാരണ ഇപ്പോൾ തിരുവനന്തപുരവും വടകരയും തമ്മിലുള്ള ഈ യാത്രയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഇടതുപക്ഷം പറയുമ്പോ, അതിന്റെ തെളിവുകൾ നിരത്തുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ രീതിയിൽ പ്രതികരിക്കുന്നത്? അതിന്റെ കൃത്യമായ ഉത്തരം പറഞ്ഞാൽ പോരെ. തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് നമുക്കെടുക്കാം. വട്ടിയൂർക്കാവിൽ നിങ്ങൾ 3-ാം സ്ഥാനത്താണ്, ഞങ്ങൾ പ്രഥമ സ്ഥാനത്ത് 1-ാം സ്ഥാനത്താണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി അവിടെ BJP തോൽപ്പിച്ചാണ് അധികാരത്തിൽ വന്ന CPM-നെയും. അത് ഞങ്ങൾ നിലനിർത്തും. ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള വർഗീയ ഈ വട്ടിയൂർക്കാവിൽ CPM മൂന്നാമതായത് ഇപ്പൊ പത്മകുമാർ പറയുന്നത് നിങ്ങൾ സഹായിച്ചത് കൊണ്ടാണെന്നാണ്. അങ്ങനെ നിങ്ങൾക്ക് ധാരണയുണ്ടോ? നിങ്ങൾ BJP-യുമായി പൊരുതി മുന്നിലെത്തിയതാണോ? അങ്ങനെ ഒരു ധാരണയുണ്ടോ? എന്റെ ചോദ്യം എനിക്ക് ചോദിക്കാമല്ലോ. ആ ചോദ്യത്തിന് ഉത്തരം എന്താണ്? വട്ടിയൂർക്കാവിൽ നിങ്ങൾ BJP-യെ പരാജയപ്പെടുത്തി മുന്നിലെത്തി എന്ന് പറയുന്നത് K മുരളീധരന്റെ കോൺഗ്രസിന്റെ ശരിയായ മതേതര അടിസ്ഥാനത്തിലുള്ള വോട്ട് നേടൽ കൊണ്ട് വിജയിച്ചു കയറിയത് എന്നാണോ നിങ്ങൾ ഇപ്പോൾ പറയുന്നത്? ഏതായാലും ഞങ്ങൾ പരാജയപ്പെടുത്തിയത് BJP-യെയും CPM-നെയുമാണ്. ശരി, ഒരു ഏതായാലും സ്ഥാനത്താണ്. ഞങ്ങളുടെ തുടരും. ഞങ്ങളുടെ നേതാവ് KPCC-യുടെ പ്രസിഡന്റ് ഇന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് ഈ BJP ബാന്ധവം ഉള്ളത് എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് നിലപാടുണ്ട്. ഞങ്ങളുടെ 1-ാം നമ്പർ ശത്രു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP തന്നെയാണ്, അല്ലാതെ മറ്റാരുമല്ല. BJP-യും NDA-യും തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ശത്രുഘ്നൻ സിൻഹയെ പോലെ, SM സിൻഹയെ പോലെ എത്രയോ ആളുകൾ കോൺഗ്രസിന് പിന്തുണച്ചു കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അതുകൊണ്ട് യാഥാർത്ഥ്യം ജനങ്ങൾ സജീഷ് പറഞ്ഞത് ഇവിടെ നിൽക്കുന്നു. അതിലേക്കൊക്കെ വരാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സജീഷിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ സജീഷ്, മറുപടികൾ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടല്ലോ, പ്രതികരിക്കാൻ അങ്ങേക്കുമുണ്ടല്ലോ, എന്താണ് മറുപടികൾ? തീർച്ചയായും ഡോക്ടർ ലാൽ, രണ്ടുപേർ പറഞ്ഞതിനും പ്രതികരിക്കാനുണ്ട്. അതിൽ ഒരു കാര്യം ശ്രീ ഷെക്കൂറിനോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം പറയാനുള്ളത് 1, 2, 3 എന്നെണ്ണി താങ്കൾ BJP ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് ആ കാര്യം താങ്കൾ സൂചിപ്പിച്ചതിൽ നന്ദിയുണ്ട് എന്നേ പറയാനുള്ളൂ. കാരണം ഒന്ന്, തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വിൽപ്പനയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു.
തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വിൽപ്പനയെക്കുറിച്ച് ഇന്ന് വരെ ഒരക്ഷരം മിണ്ടാത്തയാളെയാണ് നിങ്ങൾ തിരുവനന്തപുരം MP ആയി വീണ്ടും മത്സരിപ്പിക്കാൻ വേണ്ടി പോകുന്ന ശ്രീ ഡോക്ടർ ശശി തരൂര്. തിരുവനന്തപുരം വിമാനത്താവളം വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു തിരുവനന്തപുരം വിമാനത്താവളം വിൽക്കുന്നുവെന്ന് മാത്രമാണോ ശ്രീ ഷെക്കൂർ അറിഞ്ഞത്? ഇന്ത്യയിലെ 5 വിമാനത്താവളങ്ങൾ അദാനിക്ക് കൈമാറാൻ വേണ്ടി തീരുമാനിച്ചു. 5ഉം കൈമാറിയിട്ടുണ്ട്. അവിടെ ഏക പ്രതിരോധം ഉണ്ടായിരുന്ന സ്ഥലം കേരളത്തിലെ തിരുവനന്തപുരം മാത്രമാണ്. അത് നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മോദിക്ക് ഒരു വിമാനം സഞ്ചരിക്കാൻ വേണ്ടി അദാനി സംഭാവനയായി നൽകി. അതിനു പകരം 5 വർഷം പൂർത്തീകരിച്ചപ്പോൾ 5 വിമാനത്താവളങ്ങൾ ഒരു ചോദിച്ചപ്പോൾ പൂക്കാലം കൊടുത്തു എന്നുള്ള നിലക്ക് കൊടുത്തു മോദി. അതിന്റെ ഭാഗമായിട്ടാണ് കൊടുത്തത്. അവിടെ സ്വകാര്യവൽക്കരിക്കരുത് എന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചു. സമരം നടത്തി. ഒരു കോൺഗ്രസിനെയും ആ വഴിക്ക് കണ്ടിട്ടില്ല. MP ആ വഴിക്ക് കണ്ടിട്ടില്ല. അവസാനം സ്വകാര്യവൽക്കരണവുമായി ഇവർ ശക്തമായി മുന്നോട്ട് പോയപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ സർക്കാരാണ് ഭൂമി ഏറ്റെടുത്ത് നൽകിയത്, കേരളത്തിലെ സർക്കാരിന്റെ ഭൂമിയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സർക്കാർ ഒരു കമ്പനി രൂപീകരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് രൂപീകരിച്ചത്? ഏറ്റുമുട്ടാൻ വേണ്ടി തന്നെ കമ്പനി രൂപീകരിച്ചു. കമ്പനി രൂപീകരിച്ചിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ വീട്ടിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, ന്യായമായ രീതിയിൽ അവിടെ നടക്കുകയായിരുന്നെങ്കിൽ കേരളത്തിലെ സർക്കാർ കമ്പനി, പൊതുമേഖലാ കമ്പനിയുടെ ഉടമസ്ഥതയിൽ ആ വിമാനത്താവളത്തെ മാറ്റാൻ വേണ്ടി പറ്റുമായിരുന്നു. അവിടെ BJP ചെയ്തത് എന്താണ്? മുൻ പരിചയം എന്നുള്ള പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ സർക്കാരിന്റെ കമ്പനിക്കെതിരായ സമീപനം സ്വീകരിച്ച് അദാനിക്ക് വേണ്ടി എല്ലാ ക്ലോസുകളും മാറ്റിയിട്ടാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയിൽ കേസ് നൽകിയിട്ടുണ്ട്. അത് നിയമപരമായ പോരാട്ടം തുടരുന്നു മാത്രമല്ല, ഞങ്ങൾ നല്ല ചങ്കൂറ്റത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്, ഇത് കേരളത്തിലെ ഭൂമിയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ഭൂമിയാണ്. അദാനിക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അത് വേണ്ട എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ തീരുമാനിക്കുന്നു. അതിന്റെ വിശദാംശം അത്രയേ പറയുന്നുള്ളൂ. അതിൽ കൂടുതൽ പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുന്നു. പിന്നെ മോദിക്ക് 6 മുള കണ്ണാടി സമ്മാനിച്ചു, അതൊരു പ്രതീകമാണ് പോലും. പ്രിയപ്പെട്ട ഷെക്കൂർ, പറയുന്ന കാര്യത്തിൽ താങ്കൾ ഒരു ഉയർന്ന രാഷ്ട്രീയ നേതാവാണ്. നമ്മളിപ്പോ ഒരു രാഷ്ട്രീയ നേതാവ് മുഖ്യമന്ത്രിയാകുന്നു, പ്രധാനമന്ത്രിയാകുന്നു, പരസ്പര ബന്ധമൊക്കെ ഉണ്ട്. ഒരു പ്രധാനമന്ത്രി കേരളത്തിൽ സന്ദർശിക്കുന്ന സമയത്ത് ഒരു ചടങ്ങിൽ വെച്ചൊരു ഉപഹാരം നൽകുന്നതാണോ പ്രധാനപ്പെട്ട സംഭവമായി കരുതുന്നത്? നിങ്ങൾ ചെയ്യുന്ന പോലെ പ്രധാനമന്ത്രിയായ ആഘോഷ ചടങ്ങിൽ നരേന്ദ്രമോദി എന്താണ് ചെയ്തതെന്നുള്ളതില്ല. അതെ, പാകിസ്ഥാനിൽ പോയി ഉപഹാരം കൊടുത്ത വേറെ, അതും ഞാൻ പറയുന്നില്ല. പക്ഷെ വേറെ ഒരു കാര്യം കൂടി പറയാം. നിങ്ങളുടെ 1 ഡസനോളം മുഖ്യമന്ത്രിമാർ, കർണാടകത്തിലെ SM കൃഷ്ണ, ND തിവാരി തുടങ്ങിയ 1 ഡസൻ മുഖ്യമന്ത്രിമാർ, ആ മുഖ്യമന്ത്രിമാരാ പോയിട്ട് BJP-യിൽ ചേർന്നത്. ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ 6 മുള കണ്ണാടിയുടെ ഉദാഹരണം പറഞ്ഞല്ലോ. ഒരു കാര്യം ശ്രീ ഷെക്കൂർ പറയാം. ഈ രാജ്യത്ത് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനമുണ്ട്. അവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ട്, കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്. അവിടെ 44 MLA-മാരാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി ഉപഹാരമായി മോദിക്ക് നൽകിയത് എന്താണെന്ന് നിങ്ങൾ അറിയുമോ? 43 MLA-മാരെയാണ് നൽകിയത്. 43 MLA-മാരെയും കൂട്ടി അരുണാചൽ പ്രദേശിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി BJP-യിലേക്ക് പോയി. ഇപ്പൊ അദ്ദേഹം BJP-യുടെ മുഖ്യമന്ത്രിയാണ്. നേരെ മിരുട്ടി വെളുക്കുമ്പോൾ അതാണ് നൽകിയ ഉപഹാരം. അതിനോട് ഉപമിക്കാൻ 6 മുള കണ്ണാടി മതിയാവില്ല ശ്രീ ഷെക്കൂർ. പിന്നെ മൂന്നാമത്തെ കാര്യം നേരത്തെ 2 പേരും സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. അതായത് 1977-ലെ കാര്യം, അടിയന്തരാവസ്ഥയുടെ ഭാഗമായി 3 പേർക്ക് കൂടി നിൽക്കാൻ പോലും അവകാശമില്ലാത്ത അടിയന്തരാവസ്ഥ ഈ രാജ്യത്ത് നടപ്പിലാക്കുകയും ജനങ്ങൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ്. ആ സമയത്ത് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ജനതാ മുന്നണി രൂപീകരിച്ചു, ജനതാ പാർട്ടി രൂപീകരിച്ചു. അന്ന് BJP ഇല്ല. ആ ജനതാ മുന്നണിയുടെ ഭാഗമായി ഇവരുണ്ടായിരുന്നു. പിന്നീട് ആ മുന്നണി പൊളിയുന്നത് എങ്ങനെയാണ്? ആ മുന്നണിയിൽ, ആ പാർട്ടിയിൽ, ജനതാ പാർട്ടിയിൽ ലയിച്ച ഇവർ BJP-കാരായിട്ടുള്ള അദ്വാനി ഉൾപ്പെടെയുള്ള ആളുകൾ, വാജ്പേയി ഉൾപ്പെടെയുള്ള ആളുകളെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ മുന്നണിയിൽ കലാപം ഉണ്ടാവുകയും ആ മുന്നണി തന്നെ പൊളിയുകയും അവർ പുറത്തുപോയിട്ടാണ് BJP രൂപീകരിക്കുന്നത്. ഇത് BJP രൂപീകരിക്കുന്നതിന് മുമ്പ് ജനകീയ കൂട്ടായ്മയുടെ ചരിത്രമാണ്. അതിനുശേഷം 80-കളിൽ ഈ കോൺഗ്രസിനോടൊപ്പം നിന്ന് ഇവിടെ O രാജഗോപാലും KG മാരാറും ഒക്കെ മത്സരിച്ച ചരിത്രം വേറെയുണ്ട് എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാത്തത്. ചരിത്രം നന്നായി പഠിച്ചാൽ ആ കാലഘട്ടം എന്ത് എന്ന് ശ്രീ ഷെക്കൂറിന് തന്നെ നല്ല നിലക്ക് മനസ്സിലാകും. ആ മുന്നണി തന്നെ പൊളിയുന്നതും ആ മുന്നണി പൊളിഞ്ഞിട്ടാണ് BJP രൂപീകരിക്കപ്പെടുന്നതും എന്നും നമുക്കറിയാം. ശരി, അത് ഒന്ന്. പിന്നെ കോലീബി ബന്ധത്തെ കുറിച്ച് പറഞ്ഞു. കോലീബി ബന്ധം ഞാൻ നേരത്തെ വടകര ബേപ്പൂർ മോഡൽ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, വെപ്രാളം പൂണ്ട് ആരെ പിടിക്കാമെങ്കിലും അവരെയൊക്കെ പിടിക്കുകയാണ്.
അവരെ പിടിക്കുകയാണ്. അതാണല്ലോ SDPI ചർച്ച നടത്തിയത്. ഇന്ന് SDPI സംസ്ഥാന അധ്യക്ഷൻ മജീദ് ഫൈസി പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് പോയി ചർച്ച നടത്തിയതല്ല, ഞങ്ങളെ ചർച്ചയ്ക്ക് ഇങ്ങോട്ട് വിളിച്ചതാണ് എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സകല വർഗീയവാദികളെയും കൂട്ടുപിടിച്ച് മതനിരപേക്ഷ കേരളത്തെ തകർക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുകയാണ്. ഇത് കണ്ടു നിൽക്കുന്നതാണ് പറയുന്നത് കേരളത്തിലെ ജനത. കേരളത്തിലെ ജനതയ്ക്ക് ഉയർത്തിപ്പിടിക്കാൻ ഒരുപാട് ഇന്ന് രാജ്യത്ത് ഒന്നാമതായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഞങ്ങൾക്ക് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസം? ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി പാർലമെന്റിലെത്തിയാൽ അവിടെ BJPക്കും സംഘപരിവാരത്തിനും അനുകൂലമായി കൈപൊക്കില്ല. അവർ ഉയർത്തിപ്പിടിക്കുന്ന നയങ്ങൾ അവർ അനുവദിക്കില്ല. കോൺഗ്രസിന്റെ നയങ്ങളും ഈ കാര്യത്തിൽ ഇപ്പോൾ നേരത്തെ താങ്കൾ സമ്മതിച്ചതുപോലെയുള്ള ഒരു ധാരണയ്ക്ക് 2019 എന്തെങ്കിലും തരത്തിൽ സമ്മർദ്ദപ്പെടുത്തുന്നുണ്ടോ എന്ന ഒരു ചോദ്യമുണ്ടല്ലോ. താങ്കൾ ഈ ഓരോ വിഷയത്തിലേക്ക് ഓരോ മണ്ഡലത്തിലെയും വികസന പ്രശ്നങ്ങളിലേക്കും അതിൽ ഇടതുപക്ഷവും കോൺഗ്രസും എടുത്തിരിക്കുന്ന നിലപാടുകളിലേക്കും പോയാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടില്ല. ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഈ പഴയ ബന്ധം കോലീബിയുടെ കാര്യത്തിൽ ഉണ്ടായതുപോലെ ഇപ്പോഴൊരു സമ്മർദ്ദം BJPക്ക് ഉണ്ടോ ഈ സംസ്ഥാനം? ലാല് ഒന്നുകിൽ പറയാനുള്ള അവസരം തന്നെ. ഞാൻ പറഞ്ഞതിലോ അങ്ങനൊരു വടകര സംബന്ധിച്ചൊരു വന്നിട്ടുണ്ട്, ആരോപണം വന്നു. ഞാൻ ഇപ്പൊ സജീഷ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ നേതാവായിരുന്നു അന്ന് അദ്വാനി, അന്ന് വാജ്പേയി, അന്ന് O രാജഗോപാൽ. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ 77 മത്സരിച്ചത്. അന്ന് ഒരു പ്രത്യേക ജനസംഘമായിരുന്നു. ഓരോ പാർട്ടി അന്ന് ജനസംഘ ഗ്രൂപ്പിന്. ഞാൻ പറഞ്ഞോട്ടെ സജീഷ്, ഞാൻ പറഞ്ഞോട്ടെ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒഴിഞ്ഞൊന്നും പോകണ്ട. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു നല്ല കാര്യം ബാക്കി ആരെങ്കിലും ആ കാര്യം പറയുമ്പോൾ മോശമാണ്. അതുകൊണ്ട് അത് നിൽക്കേ വേറെ ഒന്ന് പറഞ്ഞോട്ടെ. അല്ല, നിങ്ങൾ വലിയ മതേതരത്വത്തിന്റെ നേതാവൊന്നും ആവണ്ടേ. തിരുവനന്തപുരത്ത് നിങ്ങൾ വെമ്പായം പഞ്ചായത്തിൽ ഇന്നും SDPയോട് ചേർന്നാണ് ഭരിക്കുന്നത്. പഞ്ചായത്തില് നിങ്ങൾ SDPയുമായിട്ട് ചേർന്നാണ് ഭരിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞോട്ടെ നിങ്ങൾ അസഹിഷ്ണുത കാണിക്കരുത്. ഞാൻ നിങ്ങൾ പറഞ്ഞില്ലല്ലോ. നിങ്ങളെ കാസർഗോഡ് ജില്ലയില് ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന 4 പഞ്ചായത്ത് നിങ്ങൾ ഇന്ന് മുസ്ലിം ലീഗുമായി ചേർന്നാണ് ഭരിക്കുന്നത്. SDPയുമായി ചേർന്ന് LDF ഒരിടത്തും ഭരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അദ്ദേഹം പറയുന്നതാണോ ശരി? ഞാൻ എന്റെ പഞ്ചായത്താ വമ്പായം പഞ്ചായത്ത്, എന്റെ പഞ്ചായത്താ വമ്പായം പഞ്ചായത്ത്, കൊടിക്കുന്ന് സുരേഷിന്റെ പഞ്ചായത്താ വമ്പായം പഞ്ചായത്ത്. ഞാൻ എന്റെ പഞ്ചായത്തിന്റെ കാര്യം പറഞ്ഞത്. എന്റെ പഞ്ചായത്തില് CPI ഭരിക്കുന്നത് പഞ്ചായത്തിൽ ഇപ്പോ മതേതരത്വത്തിന്റെ കാര്യം പറഞ്ഞു. കാസർഗോഡ് ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന 4 പഞ്ചായത്തിൽ നിങ്ങൾ അവിശ്വാസം കൊണ്ടുവന്ന് തള്ളിയിട്ട് കോൺഗ്രസും ലീഗും നിങ്ങളിവിടെ ഭരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞു വരുന്നത് എന്താണ്? അപ്പോ അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ നിങ്ങളും ഞങ്ങളുമായിട്ടൊക്കെ ചേർന്ന് പണ്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസും ലീഗും BJPയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കി പോകുന്നത് ന്യായീകരിക്കുകയാണോ? ഞാൻ അതിനുവേണ്ടി നിങ്ങൾ എന്റെ അഭിപ്രായം പറഞ്ഞാൽ ന്യായീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത് കോൺഗ്രസ് ആണ്. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആണ് കോമ മുന്നണിയാണ് ഇവിടെ ഉള്ളത്. അതാണുള്ളത്. അതല്ലാതെ തിരിച്ചു പറഞ്ഞിട്ട് ചരിത്രം കോലീബിയാണ്. ഞാൻ പറഞ്ഞില്ലേ തിരുവനന്തപുരത്ത് 35 സീറ്റ് വെച്ചുകൊണ്ട് എങ്ങനെയാ കോർപ്പറേഷൻ ഭരിക്കുന്നത്? 34 സീറ്റ് വെച്ചുകൊണ്ട് CPM എങ്ങനെയാ ഭരിക്കുന്നത്? എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന് വോട്ട് ചെയ്തു CPM എന്നുള്ള കാര്യം നിങ്ങളുടെ സ്ഥാനാർത്ഥി പരാതി കൊടുത്തില്ലേ? അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പിന്നെ ഇദ്ദേഹം പറഞ്ഞു, നേരത്തെ എയർപോർട്ടിന്റെ കാര്യം പറഞ്ഞു. ഒരു സുഹൃത്തെ, ഈ അദാനി വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് കൈകാര്യം ചെയ്യണം. നിങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്ത ഭൂമിയാണ് ഇപ്പൊ അദാനിക്ക് വേണ്ടി പോർട്ടിന് കൊടുത്തത്. അത് എന്താണ് അതിന്റെ നിലപാട് നിങ്ങളെ കുറിച്ച്? 2, നിങ്ങൾ ഈ 5 മണ്ഡലം 5 എയർപോർട്ട് ബിഡ് കൊടുത്തപ്പോ ഒന്ന് പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞോ. നമ്മുടെ കേരളത്തിൽ സിയാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള കൊച്ചിൻ എയർപോർട്ട് അറിയാമല്ലോ. ഈ നയനാര കാലത്ത് അതിന്റെ നടത്തിപ്പിന് വേണ്ടി ഇന്റർനാഷണൽ ടെൻഡർ വിളിക്കാൻ പോയി. അപ്പോ സുപ്രീം കോടതി ഇടപെട്ടാണ് അത് പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് കേരളത്തിന്റെ കൈയിരിക്കുന്നത്. അപ്പൊ അന്ന് സുപ്രീം കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സിയാൽ എവിടെ ഇരിക്കുമായിരുന്നു? നിങ്ങൾ കേരള സിയാലിനെ കൊണ്ട് തിരുവനന്തപുരത്ത് ബിഡ് കൊടുക്കാത്ത സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം നിങ്ങൾ അദാനിയെ നിങ്ങൾ കൊണ്ടുവരികയോ നിങ്ങൾ അതിനെ പിന്തുണയ്ക്കുകയോ ഒക്കെ ചെയ്തോളൂ. അത് നിങ്ങളുടെ രാഷ്ട്രീയം. നിങ്ങൾ അതിനെ ജനങ്ങളുടെ മുമ്പിൽ പറയുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ CPM-ഉം
BJP-യും അല്ലെങ്കിൽ പഴയ ജനസംഘവും തമ്മിൽ എവിടെയൊക്കെയാണ് യോജിച്ചത് എന്നതിന്റെ ചരിത്രവും നിങ്ങൾക്ക് പറയാനുണ്ട്. നിങ്ങൾ അത് പറഞ്ഞോളൂ. ഇതൊക്കെ ന്യായീകരിക്കുന്നത് എന്തിനാണ്? ഇനിയും അദാനിയുടെ ഈ ഇടപെടലിൽ നിങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയാനാണോ? രണ്ട്, ഈ കാര്യത്തിൽ കോൺഗ്രസും ലീഗും BJP-യും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നതിനെ ന്യായീകരിക്കാനാണോ? ഈ കാര്യത്തിൽ കുമ്മനത്തിന്റെ വിജയത്തിന് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിക്കുണ്ടാകുന്ന സാമുദായിക നഷ്ടം നിങ്ങൾക്ക് ഇവിടെ തിരിച്ചു പിടിക്കാൻ ഒരു ബന്ധം ആവശ്യമുണ്ട് എന്ന് പറയാനാണോ? എന്തിനാണ് കോലീബി ഇല്ലെന്നാണോ താങ്കൾ പറയുന്നത് ഇത്തവണ? ശരി, അങ്ങനെയാണെങ്കിൽ അത് പറയൂ. 2019 കോലീബിയുടെ ഇപ്പോൾ പറയുന്ന ഇടതുപക്ഷത്തിന്റെ സാധ്യതകൾ പറയുന്ന ധാരണ ഇല്ലെന്നാണോ? പിന്നെ ഈ അദാനി എന്ന് പറയും ഞങ്ങൾ വന്നതിന് ശേഷമാണ് അദാനി വന്നെങ്കിൽ അങ്ങേർക്ക് 4 വയസ്സ് 4.5 വയസ്സേ ആവുള്ളായിരുന്നു. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. ഇപ്പൊ അങ്ങനെ 55 വയസ്സുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ വന്നതിന് ശേഷം ആണെങ്കിൽ 4.5 വയസ്സ് അദ്വാനി. പിന്നെ ഇത് കള്ളപ്രചരണമാണ്. ഈ കോൺഗ്രസും CPM-ഉം കൂടെ ചേർന്ന് BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾക്ക് മൂടുപടം അണിയിക്കുന്നതിന് വേണ്ടിയിട്ട് BJP കോൺഗ്രസ് സഖ്യം ഒന്ന് പ്രചരിപ്പിക്കുകയാണ്. ഈ CPM വർക്ക് ഇവിടെ പണിയെടുക്കുന്നത് കോൺഗ്രസിന് വേണ്ടിയാണ്. അതെല്ലാവർക്കും അറിയാം. 3 സീറ്റ് വെച്ചുകൊണ്ട് 543 സീറ്റുള്ള പാർലമെന്റിൽ എന്തെങ്കിലും ചെയ്യാൻ ഈ കാര്യത്തിൽ കേരളത്തിലെങ്കിലും അത്തരത്തിലൊരു ബാന്ധവമുണ്ട് അല്ലെങ്കിൽ ഒരു ധാരണയുണ്ട് എന്ന് പത്മകുമാർ പറയുന്നത് പോലെ പറഞ്ഞാൽ അത് ജനങ്ങൾ വിശ്വസിക്കില്ല. അതായത് ഇന്ത്യയിൽ ഒരിടത്തും കോൺഗ്രസുമായി ധാരണയില്ല, CPM-ഉമായി ധാരണയില്ല. ഞങ്ങളെ പരാജയപ്പെടുത്താൻ ഇവർ യോജിച്ച് പ്രവർത്തിക്കുകയാണ്. ഇല്ല, ഇവിടെ അതില്ല. കേരളത്തിൽ പക്ഷെ ബന്ധം തിരിച്ചാണെന്നാണ് ഇപ്പോൾ ഇടതുപക്ഷം പറയുന്നത്. അതിന്റെ തെളിവുകളാണ് തുടങ്ങി. ഈ കൊലപാതകികളെയും കള്ളക്കടത്തുകാരനെയും ഭൂപാതിയെയൊക്കെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ജനങ്ങൾ പ്രതികരിച്ചപ്പോൾ ഞാൻ പറയട്ടെ, ലാലിന്റെ ചാനലും കൈരളിയും ദേശാഭിമാനി എന്ന് പറയുന്ന ഒരു നുണ പറയുന്ന പത്രവും കേരളത്തിലെ നുണ മാത്രം പറയുന്ന സത്യവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും അങ്ങനെ ഏത് ജുഗുപ്സാഹമായ പ്രചരണം നടത്തിയാലും ജനങ്ങൾ ആ കെണിയിൽ വീഴില്ല. ഒരു സംശയം വേണ്ട. കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ പറയേണ്ടത് പറഞ്ഞ് വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുത്താൽ അവർ ആ കെണിയാണെങ്കിൽ കെണിയിൽ വീഴില്ല. അല്ലാതെ അവരെല്ലാം മനസ്സിലാക്കിക്കൊള്ളുന്നു ജനറലായി പറഞ്ഞു പോയാൽ പോരാ. ശ്രീ ഈ ചോദിച്ചതിന് മറുപടി വേണം. കോലീബി ഉണ്ടെന്ന് മുമ്പുണ്ടായിരുന്നു എന്ന് BJP പറയുന്നു. നിങ്ങൾ അതൊരിക്കലും സമ്മതിച്ചിട്ടില്ല. ഈ പ്രചരണത്തിൽ വീഴില്ല. ഇത് ജീവൽസ്യം തന്ത്രമാണ് നിങ്ങളുടെ. ഈ ജീവൽസ്യൻ കുതന്ത്രം ജനങ്ങൾ തിരിച്ചറിയും. ജീവൽസ്യൻ തന്ത്രമുണ്ടല്ലോ, ഈ കുതന്ത്രമുണ്ടല്ലോ, ജനങ്ങൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് ഒരു സംശയം വേണ്ട. ഈ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യ ശത്രു BJP-യും RSS-ഉം തന്നെയാണ്. ഞങ്ങൾ അതുമായി മുന്നോട്ട് പോവുകയാണ്. യാതൊരു സംശയം പറയുന്നു. സജീഷ് കൂട്ടുകാരനാണ്, അടുത്ത വേണ്ടപ്പെട്ട ആളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശത്രു ഞങ്ങളേ ഉള്ളൂ. ശ്രീ സജീഷ്, ഇതെന്താണ് മനസ്സിലാക്കേണ്ടത്? ശ്രീ സജീഷ്, താങ്കൾ ഇടപെടരുത്. ശ്രീ ഷുക്കൂർ ഇടപെടരുത്. നിങ്ങൾക്ക് ഞാൻ ആവശ്യത്തിന് സമയം തന്നതാണ്. BJP കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലാണ് ബന്ധമെന്ന് ശ്രീ പത്മകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാ ഇപ്പൊ അതിനെ ന്യായീകരിക്കാൻ പറ്റുന്ന രീതിയിൽ പത്മകുമാറിനെ ശരിവെക്കുന്നു ഷുക്കൂർ. ശ്രീ സജീഷ്, എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ല, നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയി. എല്ലാം ഇപ്പോൾ പറയാൻ വേണ്ടി പറ്റില്ല. വിമാനത്താവളത്തിന്റെ കാര്യം ഞാൻ വിടുകയാണ്. അദാനിക്ക് വേണ്ടി ന്യായീകരിക്കാണല്ലോ, അത് അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം, BJP-യുടെ പട്ടികയിലേക്ക് നോക്കിയാൽ ഒരു കോൺഗ്രസ്സുകാരനെ കാണാം. BJP-യുടെ പട്ടികയിലേക്ക് നോക്കിയാൽ ശ്രീ KS രാധാകൃഷ്ണനെ അവിടെ കാണാം. പിന്നെ BJP-യുടെ ഗാലറിയിലേക്ക് നോക്കിയാൽ അവിടെ ടോം വടക്കനെ കാണാം. ഞാൻ കേരളത്തിലെ മാത്രം കഥയാണ് അവിടെ ഇരിക്കുകയാണ്. അല്ല, നിക്ക് ഞാൻ പറയട്ടെ. പലരെയും കാണാം, പറയട്ടെ. മാത്രമല്ല, ഇപ്പോ എല്ലാവരുമായി ചർച്ച നടത്തുകയും രഹസ്യ ബാന്ധവം ഉണ്ടാക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് ആണ്. ശ്രീ ഷക്കൂർ നിഷേധിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലോണം അറിയാം. വടകരയിലെ ജനങ്ങളും നേരത്തെ അതിനെ തള്ളിയതാണ്. നല്ല നിലയിൽ ഇനി ഇത്തരം ബാന്ധവത്തെ ജനങ്ങൾ തള്ളിക്കളയുകയും ചെയ്യും. നിങ്ങൾ ഒരുമിച്ചാണ് മത്സരിച്ചത്, വേറെ സ്ഥാനാർത്ഥിയെ ഇല്ലാതെ മത്സരിപ്പിച്ചു. ഉള്ളുകൂടിയല്ല. രത്നസിംഗ് എന്ന് പറയുന്ന RSS-കാരനെ നിങ്ങൾ മത്സരിപ്പിച്ചു. ബേപ്പൂരിൽ മാധവൻകുട്ടിയെയും മത്സരിപ്പിച്ചു. എന്നിട്ട് ലീഗിന്റെ നേതാവ് തങ്ങൾ വന്ന് പറഞ്ഞത് കുട്ടിക്ക് വോട്ട് ചെയ്യണമെന്നാണ്. മാധവൻകുട്ടി എന്ന് തീർത്തും അറിയാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് കുട്ടിക്ക് വോട്ട് ചെയ്യണം, നമ്മളെ കുട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു പോയ അനുഭവമൊക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്.
പിന്നെ നിങ്ങൾ നേരിടുന്ന പ്രശ്നം ഇപ്പൊ വടകരയിലെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. വടകരയിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ആർക്കും ഒരു കോൺഗ്രസ് നേതാവിനും പര്യടനം പോലും നടത്താൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ അറിയോ? AK ആന്റണി വന്നാൽ ശ്രീ കെ മുരളീധരൻ പറഞ്ഞത് AK ആന്റണിയെ മുക്കാലി കെട്ടി അടിക്കണം എന്നാണ്. സോണിയാഗാന്ധി പ്രചരണത്തിന് വന്നാൽ മദാമ എന്നാ വിളിച്ചത്. അഹമ്മദ് പട്ടേൽ വന്നാൽ വേറെ, രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും വേറെയാണ് വിളിച്ചത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഓരോ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതൊക്കെ പ്രതിസന്ധിയായി നിൽക്കുന്ന സമയത്ത് നിങ്ങളിപ്പോ നേമത്ത് എങ്ങനെയാണ് ഒരു BJP MLA ഉണ്ടായത് കേരളത്തിൽ ജനങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് ആകെ 18,000 വോട്ട്, 20,000-ൽ താഴെ വോട്ടാ ലഭിച്ചത് കോൺഗ്രസിന്. എവിടെ പോയി കോൺഗ്രസിന്റെ വോട്ട്? 10,000-ന് അധികം വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേമത്ത് വർദ്ധിച്ചു. നിങ്ങളുടെ വോട്ട് എങ്ങോട്ടാ പോയത്? BJP-യിലേക്കാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് കേരളത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കണം. മാത്രമല്ല സമയത്തിന്റെ പരിമിതിയോട് ഇടപെടുകയാണ്. ഇത്തവണയും ഉണ്ട് എന്ന വലിയ ആരോപണം വരുമ്പോൾ ആ കാര്യത്തെ ഇനി UDF എങ്ങനെ പ്രതിരോധിക്കും? അതിനെ പകുതിയിൽ കൂടുതൽ മനസ്സുമായി പത്മകുമാർ അംഗീകരിക്കുന്ന ചർച്ചയാണ് ഇപ്പോൾ നടന്നത് എന്നുള്ളതുകൊണ്ട് അത് ഏത് രീതിയിലാണ് ഇനി UDF എങ്ങനെയാണ് പറയാൻ പോകുന്നത്? അത് തന്നെയാണ് വരുന്ന ദിവസങ്ങളിലെ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയവും. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന്.